ഹായ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും 2 ദിവസത്തെ കറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് അവർ ജൂൺ 3-ാം തീയതി തിരിച്ചു പോകാനായിട്ട് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് എന്തായാലും ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വേഗം ഇറങ്ങുന്നത്. കാരണം ട്രെയിനിലെ ഫുഡ് അത്രയും സേഫ് അല്ലല്ലോ നമുക്ക് കഴിക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ 3 നേരത്തേക്കുള്ള ഫുഡായിട്ടോ കൊണ്ടുവന്നത്. കാരണം ഉച്ചത്തേക്കുള്ളത്, രാത്രിത്തേക്കുള്ളത്, പിറ്റേ ദിവസം രാവിലത്തേക്കുള്ളത്. പിറ്റേ ദിവസം രാവിലെ ഒരു 10-10:30 ആകുമ്പോഴേക്കും തൃശ്ശൂർ എത്തും അവർ. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു രാവിലെ 8-8:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് ഇറങ്ങി. കാരണം അവിടെ എത്തുമ്പോൾ തന്നെ ഒരുവിധം സമയമാവുമല്ലോ. നമുക്ക് 12 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. എന്നാൽ പോലും 2-2.5 മണിക്കൂർ എന്തായാലും അവിടെ എത്താനെടുക്കും. പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. കാരണം കുറച്ച് വലിയ സ്റ്റേഷനാട്ടോ ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി. പിന്നെ ധ്രുവക്കുട്ടിക്ക് അറിയാലോ ഇവിടുന്ന് അച്ഛനും അച്ഛമ്മയും പോകാമെന്നുള്ള അറിയണ കാരണം ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ രാവിലെ തൊട്ടേ. പക്ഷേ ദച്ചൂസിനെ അറിയാമെങ്കിൽ പോലും അത്രയ്ക്ക് ഞങ്ങൾ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ നമ്മൾ അച്ഛനും അമ്മേനെയും ട്രെയിനിൽ കയറ്റി ഇറങ്ങുന്ന ടൈമിലാട്ടോ മനസ്സിലായത് അയ്യോ അച്ഛനും അച്ഛമ്മയും പോയി എന്നുള്ളത്. അപ്പോഴാണ് പിന്നെ അവൾക്ക് സങ്കടം വന്നത്. പക്ഷേ ധ്രുവക്കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴേ സങ്കടമായിരുന്നു. ഞാൻ അവരുടെ കൂടെ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. പിന്നെ ധ്രുവക്കുട്ടിയും ദച്ചൂസ് എന്ന് പറയുന്നത് അച്ചാച്ചൻ്റെയാണ് മെയിൻ. അച്ചാച്ചൻ്റെ പെറ്റാന്ന് പറയാം കേട്ടോ. അച്ചാച്ചൻ അവരുടെ വിചാരം അച്ചാച്ചൻ അവരുടെ കളിക്കൂട്ടുകാരനാണ് എന്നുള്ള പോലെ. ധ്രുവക്കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കുറുമ്പ് അച്ചാച്ചൻ്റെ അടുത്ത്. ഇപ്പോൾ ദച്ചു ഉണ്ടെങ്കിൽ പോലും ധ്രുവയാണ്. കാരണം ധ്രുവയാണ് ഫസ്റ്റത്തെ എന്താ പറയുക പേരക്കുട്ടി എന്നൊക്കെ പറയാം, പെൺകുട്ടിയോ ഉള്ളു. അപ്പോൾ അതിൻ്റെ ഒരു കൊഞ്ചലും കളിക്കലൊക്കെ ഉണ്ട് ധ്രുവക്കുട്ടിക്കിട്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു അച്ചാച്ചൻ പോകുമ്പോൾ. അച്ചാച്ചനും അതെ അവളാണ് ഏറ്റവും പെറ്റെന്നൊക്കെ പറയാട്ടോ. എന്ത് കാര്യത്തിനും ധ്രുവക്കുട്ടിക്ക് അച്ചാച്ചൻ മതി. അച്ചാച്ചാന്ന് വിളിച്ച് പിന്നാലെ നടക്കലാട്ടോ പണി. എവിടേക്ക് പോകാനാണെങ്കിലും നാട്ടിലാണെങ്കിൽ. അപ്പോൾ അറിയാമല്ലോ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് തിരിച്ചു പോകുക, നമ്മുടെ ആൾക്കാർ ബന്ധുക്കളൊക്കെ വന്ന് തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമല്ലേ എത്രയാണെങ്കിലും. അപ്പോൾ നമുക്ക് സങ്കടമെങ്കിൽ പോലും നമ്മളത് അങ്ങനെ കാണിക്കില്ല. പക്ഷേ കുട്ടികളും അങ്ങനെയല്ലല്ലോ. ധ്രുവക്കുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ.